ചിങ്ങം ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും പച്ചമുളക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. അപ്പോൾ ഇന്നത്തെ പച്ചമുളകിൻ്റെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. നമുക്ക് വ്യത്യസ്തമായിട്ടൊരു ഡിഷാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്, പൊട്ടറ്റോ പോപ്സ്. ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷൊന്നും അല്ല ചിങ്ങം ആണെങ്കിൽ കൂടിയും, പക്ഷേ ഒരു പുതുമയുള്ളൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷുമാണ്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ, പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ വേണം, കുറച്ച് ഉപ്പ്, മൈദ, ബ്രെഡ് ക്രംസ്, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ എടുക്കാം. 3 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക കൈ കൊണ്ട്. ഇത് എങ്ങനെ വരുമെന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടതിന് ശേഷം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ആദ്യം ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ എടുത്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ സ്മാഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഞാനിവിടെ ബട്ടർ ആഡ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് ഒരു 50 ഗ്രാം, ഒരു 50 ഗ്രാം. ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരും. ഇതിൽ നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. എത്രത്തോളം നമുക്കിത് മിക്സ് ചെയ്ത് ഈ ബാറ്ററിനെ സ്മൂത്ത് ആക്കാൻ പറ്റുമോ അത്രയും നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് ഉപ്പിടാം. ഇത് അൺസോൾട്ടഡ് ആണ്, അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിടേണ്ട ആവശ്യമുണ്ട്. വളരെ കുറച്ച് മതി. ഇപ്പം നമ്മുടെ ബട്ടറും പൊട്ടറ്റോയും കൂടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് പൊട്ടറ്റോ പോപ്സ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ്, കുറേശ്ശെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ലൊരു ഡൗ ആക്കി മാറ്റണം. പക്ഷേ ആദ്യമേ നമ്മൾ ഒരുപാട് ബ്രെഡ് ക്രംസ് ചേർക്കാൻ പാടില്ല. ആവശ്യാനുസരണം കുറേശ്ശെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നീഡ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതങ്ങനെ പകുതിയിൽ വെച്ചിട്ട് പോകാൻ പാടില്ല, കാരണം പിന്നെ അതിനൊരിക്കലും ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ഇപ്പം നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ കറക്റ്റ് ഒരു ഡോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും ഇതിൽ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഡോ ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീണ്ടും കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുക. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനെ ഒന്നുകൂടി ബൈൻഡ് ചെയ്ത് കൊടുക്കുക. അധികം വേണ്ട, ചെറുതായിട്ട് മതി. ഇത് ഉണ്ടാക്കി വച്ച് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ അതിന് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റും കിട്ടത്തുള്ളൂ, നല്ലപോലെ അത് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ നീഡ് ചെയ്ത് ഇത് ഉരുളയാക്കുന്ന സമയത്ത് നമ്മൾ ഉരുളയാക്കി മാറ്റുന്നതിനോടൊപ്പം തന്നെ മറ്റൊരാൾക്കിത് ബ്രെഡ് ക്രംസിലേക്ക് ഇങ്ങനെ ബൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കോരിയെടുക്കാൻ പറ്റും. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഇത് വറുത്ത് കോരാനുള്ള പാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാമല്ലോ ആ ടൈം കൊണ്ട്. നല്ലപോലെ ചൂടായിട്ട് ഇതിടാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ ബോൾസായിട്ട് എടുത്തിടുകയാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ പോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഗസ്റ്റിൻ്റെ സെഗ്മെൻ്റാണ്. അതിനു മുമ്പ് നമുക്കൊരു ബ്രേക്കിന് പോവാം. ബ്രേക്ക്.
വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ഗസ്റ്റിന്റെ സെഗ്മെന്റ് ആണ്. ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം. രാധാലക്ഷ്മി. ഹായ്. എന്തായിരുന്നു ഡിഷിന്റെ പേര്? പുളിയോദര. ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ലാത്ത സാധനമാണ്. അപ്പൊ ഇന്ന് പരീക്ഷിക്കാം. പുളിയോദര ആക്ച്വലി മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലെങ്കിലും തമിഴ്നാട്ടിലെ പല അമ്പലങ്ങളിലും ആക്ച്വലി ഇത് പ്രസാദമായിട്ട് കൊടുക്കുന്നത് പുളിയോദരയാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അരി. ഇതൊരു റൈസ് ഐറ്റം ആണ്. ടാമറിൻ റൈസ് തന്നെയാണ് ഇതിൽ വേണ്ടത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി 1 ഗ്ലാസ് പച്ചരിയാണ്. ഇത് നമ്മൾ റൈസ് ബോയിൽഡ് റൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. ദെൻ ടാമറിൻ പുളി നമ്മൾ നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കുക. വെല്ലം അല്ലെങ്കിൽ ശർക്കര, ഇത്രയുമാണ് റൈസിന് വേണ്ട ഐറ്റംസ്. ഇത് കൂടാതെ നമുക്ക് പുളിയോദര പൊടി നമുക്ക് ഉണ്ടാക്കണം. പുളിയോദര പൊടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അരപ്പ്. നമ്മളിവിടെ അരപ്പല്ല, നമ്മൾ പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ജീരകം, മല്ലി, മുഴുവൻ മല്ലിയാണ്, പിന്നെ കുരുമുളക്, മുഴുവൻ കുരുമുളക്, ഉലുവ, കായപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പുളിയോദര പൊടി ഉണ്ടാക്കാൻ. കപ്പലണ്ടി ആക്ച്വലി ആ ഒരു നമ്മൾ ഏറ്റവും അവസാനം അതിലിടാൻ വേണ്ടിയിട്ടാണ് കപ്പലണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ പുളിയോദര പൊടി ഉണ്ടാക്കുന്നത്. പുളിയോദര പൊടിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ നോർമൽ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് അത് പൊടിക്കുന്നത്. പിന്നെ നോർമലി വേണ്ട എണ്ണ, ഉപ്പ്. എണ്ണ ഇത് നമ്മുടെ സാധാരണ ഇല്ല, അതും തമിഴ് സ്റ്റൈൽ ആയതുകൊണ്ട് നല്ലെണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, കറിവേപ്പില, കടുക്, താളിക്കാനുള്ള കടുകും ചുവന്നമുളകും. ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് രാധ തന്നെ നമുക്ക് ചെയ്ത് കാണിച്ചു തരും. ഫസ്റ്റ് നമ്മുടെ പാനിൽ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്തെടുക്കുന്നത്. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് കടലപ്പരിപ്പ്, പിന്നെ അതിനാവശ്യമുള്ള നല്ല ജീരകമാണ് അല്ലേ? സാധാ ജീരകം, പെരുംജീരകമല്ല, സാധാ ജീരകം. പിന്നെ ഉഴുന്നുപരിപ്പ് മാത്രം തന്നെ ഒരു 1/2 ടീസ്പൂൺ. ഉലുവ 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ നമ്മൾ മല്ലി കുറച്ച് കൂടുതൽ ഇടണം. മല്ലി മുഴുവൻ മല്ലിയാണ് എടുക്കുന്നത്, അതൊരു 2 ടീസ്പൂൺ ഇടാം. പിന്നെ കുരുമുളകാണ്. കുരുമുളക് സ്പൈസി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് അധികം ഇടാം. പിന്നെ ഒരു 3-4 വറ്റൽ മുളകും പൊടിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കൂടുതലും തമിഴ് ഡിഷസ് ആണോ പരീക്ഷിക്കുന്നത്? അങ്ങനെയില്ല, വെറൈറ്റി ആയിട്ടുള്ള എല്ലാം നോക്കും. കാരണം സെയിം ടേസ്റ്റ് ആവുമ്പോൾ എസ്പെഷ്യലി പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ലെമൺ റൈസോ അല്ലെങ്കിൽ കോക്കനട്ട് റൈസോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും പിള്ളേർക്ക് അത് കുറച്ചുകൂടി അവർക്ക് താല്പര്യമാണ് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് നമുക്ക് ആയിട്ടുണ്ട്, നല്ലപോലെ റെഡ് ആയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതാണ് ആക്ച്വലി പുളിയോദരയുടെ മെയിൻ മിക്സ്, പുളിയോദര പൊടി. അഗെയിൻ നമുക്ക് സീസണിങ് ആണ്. നമുക്ക് കടുകൊക്കെ പൊട്ടിക്കാനുള്ള ഒരു 2 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കടുകിടാം. നമ്മൾ കുറച്ച് അധികം റൈസ് ഞാൻ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് കടലപ്പരിപ്പ് ഇടുക, കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ഇടാം. ഓക്കെ. ആക്ച്വലി നമ്മൾ ഉഴുന്ന് പരിപ്പിട്ട് ഈ തോരനൊക്കെ വയ്ക്കുമ്പോൾ കടുവറുത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടില്ല? ശരിയാ. ഇപ്പൊ നമുക്ക് ഇത് റെഡിഷ് കളറിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ ഒരു 2 വറ്റൽമുളകും കൂടി ഇടാം. പുളിവെള്ളം നമ്മൾ ഓൾറെഡി പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തിളക്കണമെന്ന് തോന്നുന്നു അല്ലേ? ഇത് നന്നായിട്ട് തിളക്കണം, അതുകൊണ്ട് നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ വെക്കുക. ഇത് ശരിക്കും ഒരു കുറുകി വരണം ശരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ അച്ച് വെല്ലം കൂടി നമ്മൾ ഇടുവാണ്. കുറച്ച് എനിക്ക് തോന്നുന്നു ആ പുളിയുടെ ആ ഒരു ഇതും കൂടി ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. ഇതിപ്പോ ഏകദേശം നമ്മൾക്ക് വേണ്ട ആ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നന്നായിട്ട്. നമ്മളിപ്പോ ഇതിപ്പോ കാണുമ്പോ കുറച്ചേ ഉള്ളൂ, നന്നായിട്ട് വറ്റി ഈ ഒരു എന്താ പറയാ പേസ്റ്റ് രൂപത്തില് ആയിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി
കായപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി ഇടുക, കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അടിക്ക് പിടിക്കാണ്ടല്ലേ, കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോറിൽ ഉപ്പ് പിടിക്കാനായിട്ട് ഒരു ഇത്തിരി ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും താമസമുള്ളതുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് തന്നെ വേവിക്കാം. ചോറ് വേവിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ട് വേവിക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് എന്തായാലും ആഡ് ചെയ്യേണ്ടി വരും, കാരണം ഈ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് മിക്സ് ചെയ്യണം. റൈസ് ഇടുക. ഇപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലാണ് അല്ലേ? അതെ, ലോ ഫ്ലെയിമിലാണ്. ഇനി ഇത് നല്ലപോലെ യോജിപ്പിക്കണം അല്ലേ? ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പം വല്ലാതെ കുഴയാതെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഉടയാതെ നോക്കണം. ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയോദര പൊടിയും കൂടി നമുക്ക് മിക്സ് ചെയ്യണം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയോദര പൗഡർ. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ പൗഡർ ആണ് ആക്ച്വലി ഈ റൈസിന് ആ ഒരു ടേസ്റ്റും കൊടുക്കുന്നത്. ഈ തൈര് സാധം ഉണ്ടാക്കിയിട്ടില്ലേ? തൈര് സാധം ഉണ്ടാക്കില്ല, മിക്കവാറും ഉണ്ടാക്കുന്നത് ഡെയിലി മിക്കവാറും തൈരുണ്ടാവും. അപ്പോൾ തൈര് സാധവും നമ്മുടെ ഉണക്കമുളകും ഭയങ്കര, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് കിട്ടിയാൽ മതി. തൈര് മുളക് അതല്ലേ പറയുന്നത്, നമ്മള് തൈര് മുളക്. പക്ഷെ ചിലരൊന്നും അത് പ്രിഫർ ചെയ്യത്തില്ല. ചില ആൾക്കാർ തൈര് മുളകിന് ഒരു വേറൊരു ഉണക്കി എടുക്കുന്ന സമയത്ത് ഒരു വേറൊരു ടേസ്റ്റ് ആണല്ലോ. ഈ തൈര് സാധനം ആക്ച്വലി നല്ലപോലെ ഉടച്ചാണ് നമ്മൾ അല്ലേ കഴിക്കുന്നത്. എങ്ങനെ തൈര് ഇട്ടിട്ടല്ലേ? പാല് സാധാരണ പശുവിൻ പാല്, നോർമൽ പാല്, നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പാല്, ആറിയ പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ റീസെന്റ് ഞാൻ അതില് ഒരു തൈര് സാധനം വ്യത്യസ്തമായി കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒന്നാം പാല് തന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ, രണ്ടാം പാലല്ല. എന്നിട്ട് അതിൽ തൈരും കൂടി ആയിട്ട് മിക്സ് ചെയ്യാണ്. നല്ല ടേസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഈ കഴിക്കുന്ന നോർമലി നമ്മൾ തൈര് സാധനം കഴിക്കുന്ന സമയത്ത് കുറച്ച് ഇത് കിട്ടത്തില്ലേ, നമുക്കൊരു തണുപ്പ് തൈരിന്റെ ഫീലിംഗ്. നമ്മൾ ആ ഒരു താളിക്കോ തൈര് സാധനം? ഞാൻ താളിക്കാറില്ല, എടുക്കുക. എന്നാൽ കൂടി അതിലൊരു തണുപ്പ് നിക്കത്തില്ല തൈര്. ഇതിന് അത്രയ്ക്ക് ആ ഒരു തണുപ്പ് കിട്ടത്തില്ല. പക്ഷെ ദ ബെസ്റ്റ് ആണ് കേട്ടോ, ചെയ്തു നോക്കണേ. അത് നല്ല ടേസ്റ്റ് ആണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കണം. ഈ ബാക്കി നമ്മൾ തൈര് ഒഴിക്കുന്നതിന് മുമ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം. ഫൈനൽ തൈരും കൂടി ഒഴിച്ചിട്ട്, തൈര് ഒഴിച്ചിട്ട് തേങ്ങാപ്പാലല്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് ചോറ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫൈനൽ തൈര്